2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയത് കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ്. ദീപ ബാസ്തി ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഹാർട്ട് ലാമ്പ് എന്ന ബാനുവിൻ്റെ കഥാസമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയത്. ഇവർക്ക് അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം മലയാള മനോരമ എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പേരിൽ തുടങ്ങിയ പോരാട്ടം. അതിൽ പറയുന്ന ഇവരുടെ പേര് സയ്യദ കുഷ്തര മുഷ്താഖ് എന്നായിരുന്നു സ്കൂളിലെ പേര്. ഇപ്പോൾ കുട്ടികൾക്ക് ഈ പേര് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ കളിയാക്കാൻ തുടങ്ങി, ഇരട്ടപ്പേരിട്ട് വിളിക്കാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന ബാനു വീട്ടിൽ വന്നിട്ട് അപ്പനോട് പറഞ്ഞു, എൻ്റെ പേര് മാറ്റണം, വീട്ടിൽ കലാപം ഉണ്ടാക്കിയെന്ന് പറയാം. അങ്ങനെ അപ്പൻ അവളുടെ പേര് ഷോർട്ട് ഫോം ആക്കാണ് സയ്യദ കുഷ്തര ബാനു എന്നുള്ളത് SK ബാനു എന്ന് ആക്കി മാറ്റി. അങ്ങനെ അവളുടെ പേര് തിരുത്താണ്. അങ്ങനെ ഒരു പേരിന് വേണ്ടി തുടങ്ങിയ പോരാട്ടം ഇവരുടെ ലൈഫിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ആദ്യം ഒരു അധ്യാപികയായിട്ടാണ് ഇവർ തുടങ്ങുന്നത്. പിന്നീട് അവർ ഒരു ജേർണലിസ്റ്റായി. പിന്നെ അവർ നിയമം പഠിച്ചൊരു ലോയറായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവരാണ്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ. മോസ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സമരം നടത്തിയവരാണ്. അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവരെ സോഷ്യൽ ബോയ്ക്കോട്ടിങ് നടത്തുന്നുണ്ട്. ഇവർക്ക് മോശമായിട്ടുള്ള കുറേ ഫോൺ കോളുകൾ വരുന്നുണ്ട്, ഭീഷണി കോളുകൾ വരുന്നുണ്ട്. ഒരാൾ ഇവരെ കത്തിക്കുത്തി കൊല്ലാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇവരുടെ സമരവും ഇവരുടെ കലാപങ്ങളും വിപ്ലവമൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. പേരിൽ തുടങ്ങിയ ഒരു പോരാട്ടം. ഇന്ന് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് പേരിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. ഒരു കുഞ്ഞ് ജനിച്ച 8-ാം ദിവസം വീട്ടുകാരും നാട്ടുകാരും കൂടി പേരിടാൻ വന്നിരിക്കുക. നാട്ടുകാർ ഓൾറെഡി പേര് തീരുമാനിച്ചിട്ട് വന്നിരിക്കുന്നത്. അമ്മയോട് ചോദിക്കും. അപ്പോൾ അമ്മ പറയും യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അപ്പോൾ അവർ അപ്പൻ്റെ അടുത്ത് നിന്ന് പേര് ചോദിക്കും. അപ്പം അപ്പൻ എഴുതി കൊടുക്കും, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. നിങ്ങൾ ഒരു പേരൊന്നും വിളിക്കേണ്ട, പേര് ഓൾറെഡി ഡിസൈഡഡ് ആണ്. ദൈവം എന്ന പേര് യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. അപ്പനും അമ്മയും കൂടി കുഞ്ഞിൻ്റെ പേര് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ പേര് മാറ്റമെന്ന് പറയുന്നത് ഒരുവൻ്റെ ജാതകമാറ്റമാണ്. അബ്രഹത്തിൻ്റെ പേര് നോക്കുക, യാക്കൂബിൻ്റെ പേര് നോക്കുക. ഇവിടെയൊക്കെ പേര് ദൈവം മാറ്റുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ തലവര കൂടി മാറ്റി എഴുതുകയാണ്. പാരൻസ് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളുടെ പേരിടേണ്ടത് നാട്ടുകാരും വീട്ടുകാരൊന്നുമല്ല, അത് നിങ്ങളുടെ സ്വപ്നമാണ്. ഒരു പേരിൽ തുടങ്ങുന്നു ഒരു വിപ്ലവത്തിൻ്റെ, ഒരു വിപ്ലവകാരിയുടെ, ഒരു വിപ്ലവകാരൻ്റെ ജനനം എന്ന് മനസ്സിലാക്കണം.